മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ ഞാൻ വെട്ടിയത് പച്ചച്ചക്കയാണ്. അതാ ഇന്ന് പഴഞ്ചക്കയാട്ടോ നമുക്ക് വരട്ടാൻ വേണ്ടിയുള്ള. എനിക്ക് തരുമേ? നല്ല മണമുണ്ടേ, നല്ല വരിക്ക ചക്കയാണ്. മാറി കൊച്ചു മാറിയെന്നേ, നല്ല മണമുണ്ടല്ലേ. അപ്പം ഇന്നലെ വറക്കലായിരുന്നു. നല്ല ചുമന്നിരിക്കും. മാറിക്കാമ മുളഞ്ഞും പറ്റുമോ? കേക്ക് തീരണ വരെ വരട്ടിയും വറുത്തും ഒക്കെ ഇരിക്കും അല്ലേ പന്നൂസേ? തരാലോ, തരുവാണെങ്കിൽ താമേ. ചക്കയും മാങ്ങയും തീർന്ന വരെ നമുക്ക് നല്ല പണിയാണ്. എന്നാ പന്നൂസേ വേണോ? ഇനി എടുക്കട്ടെ, ഞാൻ വെട്ടാം. വെട്ടി കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വരട്ടിയെടുക്കാം. നെയ്യാണ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർത്താലാണ് ഏറെ നാൾ കേട് കൂടാണ്ടിരിക്കുകയുള്ളൂ. നെയ്യൊക്കെ ചൂടായി. ഇനി നമുക്ക് ഈ ചക്ക ഉരുളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്കയൊക്കെ സാധാരണ മിക്സിയിൽ അടിച്ചിട്ട് വരട്ടിയെടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വേവിച്ചിട്ട് വരട്ടിയെടുക്കുമ്പോഴാട്ടോ. ഇപ്പം ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. കാരണം ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. അതൊക്കെ വറ്റി ഒരുമാതിരി ആവുമ്പോൾ പിന്നെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം വറ്റി വന്നതനുസരിച്ച് നമ്മൾ നെയ്യ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നെയ്യ് ആഡ് ചെയ്താലാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും, കഴുകി പോകാണ്ട് കേട് കൂടാണ്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ. വറ്റി വന്നപ്പോൾ ഞാൻ ശർക്കരയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതായി വരും തോറുണ്ടല്ലോ വീണ്ടും നെയ്യ് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലാണ് മറ്റു ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും ചേർക്കാതൊക്കെ പെട്ടെന്ന് ചക്ക വരട്ടിയത് കേട് വന്നു പോകും. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഉരുളിയെ പിടിക്കാണ്ട് ഇങ്ങനെ ഉരുണ്ട് തന്നെ. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടോ, അപ്പം നമ്മുടെ ചക്ക വരട്ടി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പം ആവശ്യമുള്ളവർ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. ആവശ്യക്കാർ ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ബൈ.